ഞാനങ്ങനെ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു കേട്ടോ. ട്രെയിനിൽ കിടന്ന് തകർത്തുറങ്ങിയതിൻ്റെയാണ് ഈ മുഖത്ത് കാണാൻ. മുടിയൊക്കെ ഒരു കോലമായി. ഞാൻ പിന്നെ കൈ കൊണ്ട് ഒതുക്കി കെട്ടി എങ്ങനെയൊക്കെയോ വാരി കെട്ടി വെച്ചു. സ്റ്റേഷൻ വന്നിറങ്ങിയിട്ട് നേരെ മെട്രോ കയറാൻ പോയിട്ട്. ബാംഗ്ലൂർ ആയതുകൊണ്ടും ഇവിടുത്തെ ആൾക്കാർക്ക് വർക്ക് ഉണ്ടായതുകൊണ്ടും മെട്രോയിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ ഈ കണ്ട തിരക്ക്. ഇനി അങ്ങോട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഇന്നോട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് തുടങ്ങായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. തിയറിക്ക് എനിക്ക് പിന്നെ ഒട്ടും അറ്റൻഡൻസ് ഇല്ല. പ്രാക്ടിക്കലിനും കൂടി കളയണ്ടെന്ന് വെച്ചിട്ടാണ് വന്നത്. ഒട്ടും സമയമില്ല. അങ്ങനെ വേഗം തന്നെ ഊബർ ബുക്ക് ചെയ്ത് നേരെ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പിള്ളേരെല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ അടുത്തുള്ള PHCയിലോട്ട് പോയെന്നാണ് കേട്ടത്. നമ്മുടെയൊക്കെ അവിടുത്തെ പഞ്ചായത്ത് ഹോസ്പിറ്റൽ പോലെയാണ് ഇവിടുത്തെ PHC. അങ്ങനെ സമയമില്ലാ സമയത്ത് ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ ഒന്ന് ഓടി കയറിയിട്ട് യൂണിഫോം ഒന്നും അയൺ പോലും ചെയ്യാണ്ട് എടുത്തിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. PHC പിന്നെ അടുത്തായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് വല്ല ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. അങ്ങോട്ടേക്ക് പിന്നെ ഊബർ പിടിച്ച് പോകേണ്ടി വന്നേനെ. അങ്ങനെ നടന്ന് അവിടെ എത്തി. ഇപ്പോൾ നമ്മുടെ ടീം പച്ചേനെ അവിടെ കണ്ടു കേട്ടോ. ഓൾറെഡി എനിക്ക് 2 ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് മിസ്സായിട്ടോ. ഇത് 3ാമത്തെ ദിവസമാണ്. എനിക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് ഒരു പിടി പോലും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒന്നും നോക്കാണ്ട് എൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഇത്ര നേരം വെറുതെ ഇരുന്നു. ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അടുത്തുള്ള പള്ളിയിലോട്ട്. അങ്ങനെ അവിടുത്തെ ഗ്രോട്ടയിൽ പോയി കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. അപ്പോഴേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ അടുത്തുള്ളൊരു ബേക്കറി കയറി പപ്സും ലൈമും പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു സെന്റ് ജോസഫ് കാത്തലിക് ചേർച്ചാണ് കേട്ടോ. ഞാൻ LC ആയതുകൊണ്ടും അവിടെ RC കുർബാന ആയതുകൊണ്ടും ഞാൻ ആകെ ഒറ്റ തവണ പോയിട്ടുള്ളൂ. പിന്നെ വാങ്ങിച്ച ലൈമ ഒരു വകയ്ക്ക് വായി വെക്കാൻ കൊള്ളൂല. പിന്നെ എങ്ങനെയൊക്കെയോ അതും കുടിച്ച് പപ്സും കഴിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. അധികം വെയിലൊന്നും ഇല്ലാത്തൊരു വാം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു കോഫി മേറ്റും ഉണ്ടാക്കി കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.